കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല. 1984 മെയ് 24 രൂപം കൊണ്ടത്. കേരളത്തിലെ ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ രണ്ടാമത്തെ ചെറിയ ജില്ല. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നു. തുളു, ബ്യാരി, ഉറുദു, മലയാളം, മറാത്തി, കന്നഡ, കൊങ്കിണി എന്നിവയാണ് സപ്തഭാഷകൾ. നദികളുടെ നാട് എന്നറിയപ്പെടുന്നു. ദൈവങ്ങളുടെ നാട് എന്നും കാസർഗോഡ് ജില്ലയെ അറിയപ്പെടുന്നു. കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിൽ ലോകസഭാ മണ്ഡലം ഒരെണ്ണമാണുള്ളത്. ഗ്രാമപഞ്ചായത്തുകൾ 38 എണ്ണവും മുനിസിപ്പാലിറ്റി 3 എണ്ണവും ബ്ലോക്ക് പഞ്ചായത്തുകൾ 6 എണ്ണവും താലൂക്ക് 4 എണ്ണവുമാണ് ഉള്ളത്. ജനസാന്ദ്രത 654 ചതുരശ്ര കിലോമീറ്ററാണ്. കാസർഗോഡ് ജില്ലയിലെ സ്ത്രീ പുരുഷാനുപാതം 1079 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ ലോകസഭാ മണ്ഡലമാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ഡലം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരമാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടി ഗ്രാമമാണ്. അത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ സുരംഗ കിണറുകൾ കാണപ്പെടുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ഉള്ള ചീമേനി കാസർഗോഡ് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ അടക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡിലെ തെർമൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ചീമേനിയിലാണ്. അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകമാണ്. കാസർഗോഡ് ജില്ല കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു. അവിടെ വികസിപ്പിച്ചെടുത്ത തെങ്ങിനമാണ് T*D. അവിടെ വികസിപ്പിച്ചെടുത്ത കവുങ്ങിനമാണ് മംഗള. ഏറ്റവും കൂടുതൽ പുകയില കൃഷി നടക്കുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് രഹിത പഞ്ചായത്താണ് പീലിക്കോട്. അത് കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിർമ്മൽ ഗ്രാമ അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് പീലിക്കോട്. കേരളത്തിലെ ആദ്യ പേയ്മെൻറ്റ് നടത്തിയ പഞ്ചായത്താണ് പീലിക്കോട്. കാസർഗോഡ് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ലയാണ് കാസർഗോഡ് ജില്ല. ആദ്യമായി ടെലിമെഡിസിൻ നിലവിൽ വന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്താണ് ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത്. കാസർഗോഡ് ജില്ലയിലെ പുഴകളെക്കുറിച്ച് പഠിക്കാം. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പുഴ ചന്ദ്രഗിരി പുഴയാണ്. തേജസ്വിനി പുഴ, പയസ്വിനി പുഴ എന്നീ പേരുകളിൽ ചന്ദ്രഗിരി പുഴ അറിയപ്പെടുന്നു. ആകൃതിയിൽ ഒഴുകുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴയ്ക്ക് ഈ പേര് കിട്ടിയത് ചന്ദ്രഗുപ്ത മൗര്യനിലൂടെയാണ്. മഞ്ചേശ്വരം പുഴ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ. കാസർഗോഡ് ജില്ലയിലെ കോട്ടകളെക്കുറിച്ച് പഠിക്കാം. ബേക്കൽ കോട്ട അഥവാ ഫ്യൂഫൽ കോട്ട. ശിവപ്പ നായ്ക്കറാണ് ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത്. ചന്ദ്രഗിരി കോട്ട അതും ശിവപ്പ നായ്ക്കർ തന്നെയാണ് പണി കഴിപ്പിച്ചത്. കാഞ്ഞങ്ങാട് കോട്ട അഥവാ ഹോസ്ദുർ കോട്ട പണി കഴിപ്പിച്ചത് സോമശേഖരൻ നായ്ക്കറാണ്. കുമ്പളക്കോട്ട, മായിപ്പാടി കൊട്ടാരം ഇവയെല്ലാമാണ് കാസർഗോഡ് ജില്ലയിലെ പ്രധാന കോട്ടകൾ.
കാസർഗോഡ് ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് പഠിക്കാം. മല്ലികാർജുന ക്ഷേത്രം, അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം, അനന്തപുരം ക്ഷേത്രം. അനന്തപുരം ക്ഷേത്രം ബബില എന്ന കുഞ്ഞു മുതലയ്ക്ക് പ്രസിദ്ധമാണ്. മാലിക് ദിനാർ പള്ളി, എംനീർ മഠം, സ്വാമി നിത്യാനന്ദാശ്രമം. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ച് പഠിക്കാം. കരീം ഫോറസ്റ്റ് പാർക്ക്. കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ഫോറസ്റ്റാണ് കരീം ഫോറസ്റ്റ് പാർക്ക്. അത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. റാണിപുരം ഹിൽ സ്റ്റേഷൻ, കോട്ടഞ്ചേരി കുന്നുകൾ, വീരമല കുന്നുകൾ, കാപ്പിൽ ബീച്ച്, കണ്വ തീർത്ഥ ബീച്ച് ഇവയെല്ലാമാണ് കാസർഗോഡ് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ച ജില്ലയാണ് കാസർഗോഡ് ജില്ല. പെട്ര, സൊർഗ എന്നിവിടങ്ങളിലാണ് എൻഡോസൾഫാൻ കൂടുതലായി ബാധിച്ചത്. എൻഡോസൾഫാൻ സമര നായികയുടെ പേര് ലീലാകുമാരി അമ്മ. കയ്യൂർ സമരവും തോൽവിറക് സമരവും നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. എൻഡോസൾഫാൻ ദുരന്തത്തെ പറ്റി അന്വേഷിക്കാൻ കേരളം നിയോഗിച്ച കമ്മീഷനാണ് സി അച്യുതൻ കമ്മീഷൻ. എൻഡോസൾഫാൻ ദുരന്തം അന്വേഷിക്കാൻ കേന്ദ്രം നിയോഗിച്ച കമ്മീഷനാണ് CD മായി കമ്മീഷൻ. എൻഡോസൾഫാൻ ദുരന്തത്തെ ആധാരമാക്കി എഴുതപ്പെട്ട നോവൽ എൻ മഗജ് എഴുതിയത് അംബികാസുധൻ മങ്ങാട്. അതിലെ പ്രധാന കഥാപാത്രം നീലകണ്ഠൻ ആണ്. എൻഡോസൾഫാൻ ദുരന്തത്തെ ആധാരമാക്കിയുള്ള സിനിമകളാണ് വലിയ ചിറകുള്ള പക്ഷികൾ ഡയറക്റ്റ് ചെയ്തത് ഡോക്ടർ ബിജു, അമീബ ഡയറക്റ്റ് ചെയ്തത് മനോജ് കാന.